പ്രാർത്ഥിക്കുവാൻ ഇരിക്കുന്നത് പൂർണ്ണതയോടുകൂടെ ആയിരിക്കണം. രഹസ്യത്തിലുള്ള നിന്റെ പിതാവിനോട് പ്രാർത്ഥിക്കുക. മനുഷ്യർക്ക് വിളങ്ങേണ്ടതിനാകരുത്, മനുഷ്യരുടെ ശ്രദ്ധ പിടിച്ചു പറ്റേണ്ടതിനല്ല, നമ്മുടെ വാക് സാമർഥ്യം വിളിച്ചോതുവാൻ വേണ്ടിയല്ല. ഇന്ദ്രിയങ്ങളെല്ലാം നിയന്ത്രിതമായിരിക്കണം. ഭാഗ്യമായിരിക്കുന്നതായ കാര്യാദികൾ കേൾക്കുവാനും ആസ്വദിക്കുവാനുമല്ല പ്രാർത്ഥന സമയത്തിരിക്കേണ്ടത്. പൂർണ്ണ മനസ്സോടുകൂടെ, പൂർണ്ണ ശക്തിയോടുകൂടെ, പൂർണ്ണ ആത്മാവോടുകൂടെ ദൈവസന്നിധിയിൽ തന്നെ സമർപ്പിച്ചിട്ട് പ്രാർത്ഥിക്കുക. നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഫലം നൽകുന്ന ദൈവമാകുന്നു. നമ്മുടേതായ ഹൃദയത്തിൻ്റെതായ ഭാരങ്ങൾ, ഹൃദയത്തിൻ്റെ ചിന്തകൾ, ആകുലതകൾ, ആവലാതികൾ ദൈവം വ്യക്തമായി അറിയുന്നു എന്ന് ഓർക്കുക. ആയതിനാൽ തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്, നീയോ പ്രാർത്ഥിക്കുമ്പോൾ അറയിൽ കടന്ന് വാതിൽ അടച്ച് രഹസ്യത്തിലുള്ള നിന്റെ പിതാവിനോട് പ്രാർത്ഥിക്കുക. രഹസ്യത്തിൽ കാണുന്ന നിന്റെ പിതാവ് നിനക്ക് പ്രതിഫലം തരും. പ്രാർത്ഥനയിൽ രണ്ട് കാര്യങ്ങൾ വളരെ ശ്രദ്ധേയമാണ്. ഒന്ന്, പ്രതിഫലം ലഭിക്കേണ്ടതിന്, അത് ലഭിക്കണമെങ്കിലും രഹസ്യത്തിൽ കാണുന്ന പിതാവിൻ്റെ അടുക്കൽ പ്രാർത്ഥിക്കുവാനിരിക്കുമ്പോൾ മറ്റെല്ലാം മറന്നുകൊണ്ട് ദൈവസന്നിധിയിൽ പൂർണ്ണതയോടുകൂടെ ആയിരിക്കുക. അതിൻ്റെതായ ഫലം ദൈവം നമുക്ക് നൽകും. ദൈവം നിന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.